ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുഞ്ഞുവാവ നല്ല ഉറക്കമാണ് കേട്ടോ. ഇത് വെളുപ്പിന് 4 മണിയാണ് കേട്ടോ സമയം. അപ്പോൾ 4 മണിക്ക് ഞാൻ എഴുന്നേറ്റ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ വേണ്ടി എഴുന്നേറ്റതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ വീതുകുളിയുടെ അവസാന ദിവസമാണ്. അപ്പോൾ എനിക്ക് വേണ്ടി എന്തൊക്കെ കെയറാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വെളുപ്പിന് 4 മണിക്ക് എന്തിനാണ് എഴുന്നേറ്റതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ് എന്നെ കുളിപ്പിക്കുന്നത്. അപ്പോൾ അമ്മ ഓഫീസിൽ പോകുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും കഴിയണം. അപ്പോൾ വൈകി എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് കുഴമ്പൊക്കെ ഇട്ട് നമ്മൾ ശരീരത്തിൽ അത് പിടിക്കണമല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇരിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 മണിക്ക് എഴുന്നേക്കോട്ടോ. അപ്പോൾ എപ്പോഴും തലയിൽ എനിക്ക് എണ്ണയിട്ടായിരുന്നത് വല്യമ്മയാണ്. അപ്പോൾ വല്യമ്മയ്ക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ തന്നെ എണ്ണയിടുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ ഒരു ഓയിലുണ്ട്, നിലാസ് ഹെർബ്സിൻ്റെ ഓയിൽ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഞാൻ തന്നെ തല ഇങ്ങനെ നന്നായിട്ടൊന്ന് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം ധന്വന്തരം കുഴമ്പാണ് കേട്ടോ. അത് ചൂടാക്കിയിട്ട് നമ്മുടെ മേത്ത് ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൊരു അരമണിക്കൂറോളം നമ്മളിരിക്കും. അപ്പോൾ ഈ 2 വലിയ കലത്തിലാണ് എനിക്ക് വേണ്ട വെള്ളം തിളപ്പിച്ചിട്ടിരിക്കുന്നത്. ഈ വലിയ കലത്തിലാണ് കേട്ടോ നമ്മുടെ ആയുർവേദ കടയിൽ നിന്ന് ഇങ്ങനെ വേദഗുളിയുടെ ഇത് ചോദിച്ചാൽ അവർ തരും. അപ്പോൾ അത് ഈ കലത്തിൽ മൊത്തം ഇങ്ങനെ തിളപ്പിച്ചിട്ടേക്കും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് നമ്മൾ കുളിക്കാണ്ട് പതിവ്. പിന്നെ ഈ ചെറിയ കലത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്ക നെല്ലിക്ക തിളപ്പിച്ചിട്ടിരിക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമുക്ക് തല നന്നായിട്ട് തണുക്കാനും അതേപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ ഉറക്കം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഉണക്കനെല്ലിക്ക ഒഴിച്ചിട്ടുള്ള വെള്ളം, അതായത് ഉണക്കനെല്ലിക്ക ഇട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം തലയിൽ ഒഴിക്കുന്നത് നമുക്ക് ഹെൽപ്പ് ആവട്ടോ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇത് വേദുകുളിയും കാര്യങ്ങളൊക്കെ ഒരു 6:30 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും കഴിയട്ടോ. ഞാനപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ആദ്യത്തേത് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രാമൻ പോകുന്ന സമയത്ത് വീണ്ടും ചിലപ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കട്ടോ. ഈ സമയത്ത് എന്താണെന്നറിയില്ല, നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും കുളിക്കുന്ന സമയത്ത് പല്ല് തേക്കാറുണ്ട്. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ മറന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കണതിന് മുന്നേ വന്നിട്ട് പല്ല് തേക്കാണ്. പിന്നെ ഈ സമയത്തൊക്കെ വെളുപ്പിനായതുകൊണ്ട് തന്നെ വാവ നല്ല ഉറക്കമായിരിക്കും. അതുകൊണ്ട് പിന്നെ നമുക്കങ്ങനെ ഹറിബറി വലിയ പ്രശ്നവും ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കുളിക്കുന്ന സമയത്ത് കരയോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ആ ഒരു സമയത്ത് നല്ല ഉറക്കമുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ എനിക്ക് കഴിക്കാൻ വേണ്ടി പുട്ടും കടലക്കറിയും പിന്നെ ചായയുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കിടക്കാറില്ല. ഞാൻ രാമൻകുട്ടൻ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. കാരണം പിന്നെ ഞാൻ കിടന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോവും. അപ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ എനിക്ക് എഴുന്നേറ്റ് അവനെ ക്ലാസ്സിൽ വിടാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അപ്പോൾ ഒരു 6:30 എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവൻ 8 മണിക്ക് വണ്ടി വരും. പിന്നെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കിടക്കുമല്ലോ കേട്ടോ. അപ്പോൾ അവൻ്റെ യൂണിഫോമും കാര്യങ്ങളും ടിഫിനും ലഞ്ച് ബോക്സും പിന്നെ വെള്ളവും കുപ്പി എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോഴേക്കും രാമനും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ശരിക്കും ഇടയ്ക്ക് ഇപ്പോൾ 5 മണിക്കാകുമ്പോഴേക്കും എഴുന്നേക്കാറുണ്ട്. പിന്നെ ഞാൻ വീണ്ടും അവനെ കിടത്തും. കാരണം അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുമ്പോൾ അവൻ ഉറക്കം വന്നല്ലോ. ഓൾറെഡി അവൻ രാത്രി ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് പോലും. അപ്പോൾ ഇന്നലെ എന്തൊരു മിഠായി വാങ്ങിച്ചത് എനിക്ക് രാവിലെ തന്നെ എൻ്റെ വായിൽ വെച്ചുകൊണ്ട് തന്നതാണ് കേട്ടോ. വേണ്ടാന്ന് പറഞ്ഞിട്ടും അവൻ അത് എന്നെ കൊണ്ട് കഴിപ്പിച്ചു. പിന്നെ അത് ബാഗിൽ ഞാൻ എല്ലാ സാധനങ്ങളും നേരത്തെ തന്നെ എടുത്ത് വെക്കും. എന്നിട്ട് ഞാൻ ബാഗ് കൊണ്ട് പുറത്ത് വയ്ക്കുക, അല്ലെങ്കിൽ കസേരയിൽ എവിടെയെങ്കിലും ഭദ്രമായിട്ട് വെക്കോട്ടെ. എനിക്ക് ബാഗ് ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനമാണ്. പിന്നെ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ പുട്ട് രാവിലെ കഴിക്കാൻ രാമന് വലിയ താല്പര്യമല്ല. എന്നാലും ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ പാലും പുട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ പുട്ട് കഴിക്കാൻ മടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ ഫോൺ വാങ്ങിച്ച് അവന് കൊടുത്താണ് കേട്ടോ. കുറച്ച് നേരം കണ്ട് അത് കണ്ടെങ്കിൽ ഇത്തിരി കഴിക്കുമല്ലോ എന്ന് ഓർത്തിട്ട്, അല്ലെങ്കിൽ ഒന്നും കഴിക്കാണ്ട് അവൻ ക്ലാസ്സിൽ പോകട്ടോ. അങ്ങനെ വാവയ്ക്ക് ഉമ്മം കൊടുത്തിട്ട് വണ്ടി വന്നു. അപ്പോൾ പെട്ടെന്ന് പോയി ഉമ്മം കൊടുത്തിട്ട് പോവാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ഉമ്മൻ തന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് കിസ് തരാൻ വേണ്ടി ഓടി വന്നതാണ്. അങ്ങനെ ഇപ്പോൾ വല്യമ്മ ഉള്ളതുകൊണ്ട് വല്യമ്മയാണ് കേട്ടോ രാമനെ വണ്ടിയിൽ കയറ്റി വിടുന്നത്. അങ്ങനെ രാമൻകുട്ടൻ്റെ വണ്ടി വന്നു. അങ്ങനെ വണ്ടിയിൽ കയറി രാമൻകുട്ടൻ ക്ലാസ്സിൽ പോയി കേട്ടോ. അങ്ങനെ രാമൻകുട്ടൻ ക്ലാസ്സിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ദശമൂല ജീരകരിഷ്ടം കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ അരിഷ്ടം കുടിക്കേണ്ടത്. 40 ml അരിഷ്ടം കുടിക്കും കേട്ടോ. അപ്പോൾ ഇത് കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. പിന്നെ വല്യമ്മ വന്ന് എന്നെ എപ്പോഴെങ്കിലും വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുക. അല്ലെങ്കിൽ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ എഴുന്നേക്കും. ഞാൻ പറഞ്ഞില്ല ഈ ഇടയിട്ട് നല്ല വിശപ്പ്. നമുക്ക് ഇതൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ കുടിക്കുന്നത് കൊണ്ടും പിന്നെ കൂളിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വിശക്കും കേട്ടോ. പിന്നെ ഈ സമയത്ത് പിന്നെ ഇത്തിരി വിശപ്പ് കൂടുതലായിരിക്കും. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വാവ നല്ല ഉറക്കമാണ്, കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും കിടന്ന് ഉറങ്ങി കേട്ടോ കുറച്ച് നേരം. പിന്നെ ഒരു 11-11:30 ആയപ്പോഴേക്കും വല്യമ്മ എനിക്ക് ഏത്തപ്പഴവും മുട്ടയും പുഴുങ്ങി 1 ഗ്ലാസ് പാലുമായിട്ട് വന്നിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അത് കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റ് കേട്ടോ. പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് പുഴുങ്ങിയും കൂടെ ആയപ്പോൾ നല്ല
ഞളുഞ്ഞുളൂന്നായിട്ടുണ്ട്. ശരിക്കും എനിക്ക് അങ്ങനത്തെ പഴം കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നല്ല അത്രയും ഞളുഞ്ഞുളു പഴം കഴിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ എന്നാലും ഞാൻ അതൊക്കെ കഴിച്ചു. പിന്നെ വാവ കിടന്ന് നല്ല ഉറക്കമാണ്. പിന്നെ ഈ സമയത്ത് പിള്ളേർ നല്ല ഉറക്കമായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഉറങ്ങാൻ വേണ്ടി കയറി. പിന്നെ ഇനി ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി എഴുന്നേക്കുള്ളൂ കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് രാമൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാമന് ഞാൻ കുറച്ച് മുന്തിരി കഴുകി കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. രാമൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ കിടക്കാറില്ല കേട്ടോ. പിന്നെ അവനായിട്ട് കുറച്ച് നേരം സമയം അവന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യും. പിന്നെ ഇത് കുറച്ച് നേരമൊക്കെ കൊച്ചു TV കാണുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കളിക്കും. പിന്നെ വാവ ആ സമയത്ത് നല്ല ഉറക്കമാണ്. അങ്ങനെ വാവ ഉറങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ രാമനായിട്ട് സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും TV കാണും. പിന്നെ അങ്ങനെ കിടക്കൽ ഞാൻ പൊതുവേ ഭയങ്കര കുറവാണ് കേട്ടോ. അതിനെല്ലാം എല്ലാവരും പിണങ്ങാറുണ്ട്. എല്ലാവരും പറയുമല്ലോ ഇങ്ങനെ നടുനിവർത്തി കിടക്കണം, നേരെ കിടക്കണം, ഇപ്പോഴേ കിടക്കാൻ വേണ്ടി നമുക്ക് സമയം കിട്ടുള്ളൂ എന്നൊക്കെ. പക്ഷെ ഞാനതങ്ങനെ കിടക്കാറില്ല കേട്ടോ. പിന്നെ അതിന് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങളിത് വരയ്ക്കാൻ വേണ്ടി എടുത്തു, അതായത് കളർ ചെയ്യാൻ വേണ്ടി എടുത്തു. അപ്പോൾ രാമൻ ഏത് പിക്ചറിൽ കളർ ചെയ്യണം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കാണ്ടോ. അങ്ങനെ ഞങ്ങൾ കളർ ചെയ്യലും രാമൻ അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞി കൊടുക്കലും അതിന് ഞാനും കഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ. ഞാൻ നവരരിയുടെ ഒരു കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത്, ജീരകവും ഉലുവയും തേങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.